ഹലോ നമസ്കാരം. ഒരു എന്താ പറയുക, ഒരു സന്തോഷമുള്ള നിമിഷമാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്ന് 6 ഓഗസ്റ്റ് 2024 ഇന്നത്തെ കണക്കനുസരിച്ച് 53 കോടിയിലധികം ഇതുവരെ ലഭിച്ചു കഴിഞ്ഞു. ഇത്രയും ദിവസം കൊണ്ട് ഒരു 53 കോടി എന്ന് പറഞ്ഞ ഒരു തുക നിസ്സാരമല്ല. അത് വളരെയധികം എന്താ പറയുക, വാല്യൂ ഉള്ളതാണ്. അത് കേരളത്തിലെ ഒട്ടാകെയുള്ള ജനങ്ങൾ, എല്ലാ ലോകോത്തര മലയാളികളും ഒന്നടങ്കം അതിൽ രാഷ്ട്രീയമോ മതമോ മറ്റുള്ള കാര്യങ്ങളൊന്നും കണക്കിലെടുക്കാതെ എല്ലാവരും, ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ ഒരുമിച്ച് നിന്ന് അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു തുക ഇതിലേക്ക് വന്നത്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ അതിൽ നിന്നും മാറി നിന്ന വളരെ ചെറിയ, വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ശതമാനം ആളുകൾ ഉണ്ട്. അത് എന്താ പറയുക, ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ് അവരെ കാണുന്നുള്ളൂ. ഞാൻ അന്നേ പറഞ്ഞായിരുന്നു, ഇത്തരം ആളുകൾ ഇതിൽ നിന്ന് മാറി നിന്നു എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു കാര്യത്തിനെ യാതൊരു രീതിയിലും അതിനെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നും. ഇപ്പോൾ ഈ 53 കോടി അത് ഉടനെ തന്നെ 60 കോടിയോ അത് ഒരുപാട് അതിൻ്റെ മുകളിലേക്ക് ഇത് എന്തായാലും പോകും. കാരണം അത് വളരെ കുറഞ്ഞ ദിവസം കൊണ്ടാണ് ഈ ഒരു തുക ട്ടുള്ളത്. അത് എന്താ പറയുക, ഈ അക്കൗണ്ടിലേക്ക് വന്ന ഒരു തുകയുടെ കണക്ക് മാത്രമായിരിക്കും. മറ്റുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. സ്ഥലം കൊടുത്തവരുണ്ട്, വീട് വെക്കാന്ന് പറഞ്ഞവരുണ്ട്, വീട് വെക്കാൻ വേണ്ടിയിട്ട് കാശ് കൊടുത്തവരുണ്ട്, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് വേറെയുണ്ട്. എന്തായാലും ഇത്രയും ദിവസം കൊണ്ട്, ഈ ഒരു ചെറിയ ദിവസം കൊണ്ട്, ചെറിയ എന്താ പറയുക നമ്പർ ഓഫ് ഡേയ്സിൽ ഇത്രയും വലിയൊരു എമൗണ്ട് ഈ ഒരു ഫണ്ട് എന്താ പറയുക അക്കൗണ്ടിലേക്ക് വന്നു എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൽ നിന്ന് ചെറിയ ചെറിയ വിഭാഗം ആളുകൾ എന്താ പറയുക പല രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. അവർ പറയുന്നത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, മാത്രമല്ല ഇത്രയും ഒരു എമൗണ്ട് ഇതിലേക്ക് ഇതുവരെ വന്നിട്ടുണ്ട് എന്ന് വിചാരിച്ച് ഇനി കൊടുക്കാനുള്ളവർ ഇതിൻ്റെ പുറകോട്ട് നിൽക്കരുത്. കാരണം ഒരു പ്രദേശം മൊത്തത്തിൽ ഇല്ലാണ്ടായിരിക്കുകയാണ്. അവർക്ക് അതിജീവിച്ച് മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് കാശുകളുണ്ട്. വീട് പോയവർക്ക് വീട് വെച്ച് കൊടുക്കണം, സ്കൂൾ വെച്ച് കൊടുക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പുറകെ ഉണ്ട്. അത് എല്ലാം നിറവേറ്റണം എന്നുണ്ടെങ്കിൽ ഒരു വലിയ എമൗണ്ട് തന്നെ ഇതിന് ആവശ്യമുണ്ട്. അപ്പം ആരെങ്കിലും മുഖേന നിങ്ങൾക്ക് ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തുകൊണ്ടേയിരിക്കുക. ഞാനും ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിന് വേണ്ടിയിട്ടുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യാം. അതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ സഹായങ്ങൾ ചെയ്യുക. അത് നിങ്ങളത് ഇപ്പോൾ ഒരുപാട് ആളുകൾ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്നെക്കൊണ്ട് ഇത്രയും പറ്റില്ലല്ലോ, ഞാൻ എന്നെക്കൊണ്ട് ഇത്രയും പറ്റുള്ളൂ. അപ്പം നിങ്ങളടുത്ത് ഉള്ളത് എന്താണോ അത് 100 രൂപയാണെങ്കിൽ 100 രൂപ പല തുള്ളി പരിവെള്ളം പോലെ അത് ഒരുമിച്ച് കൂടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല മനസ്സ് ഇനിയും കാണിക്കുക. നമ്മുടെ കേരളത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എല്ലാവരും എന്താ പറയുക, ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒന്നടങ്കം ഒരേ മനസ്സോടെ കൂടെ നിന്ന് എന്താ പറയുക ആ ഒരു പ്രശ്നത്തിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നതായിരിക്കും. അതാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു നേതാവ് അതിൻ്റെ മുന്നിട്ട് ഇറങ്ങുമ്പോൾ അതൊരു വിശ്വാസ്യതയാണ്. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ആ ഒരു അക്കൗണ്ട് തരികയും ആ ഒരു അക്കൗണ്ട് നമ്പർ ക്രിയേറ്റ് ചെയ്ത് തരുകയും ചെയ്യുമ്പോൾ അതിലെന്താ പറയുക അതിലേക്ക് ഇങ്ങനെ കുന്നുകൂടി കാശ് ഇങ്ങനെ വരുന്നതും ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. അതുകൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യരുത്. അതിന് എന്താ പറയുക, ഇപ്പോൾ ഈ കുറച്ച് ദിവസത്തേക്ക് രാഷ്ട്രീയവും അതൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്ക്, എന്നിട്ട് ആ ഒരു ഫണ്ടിലേക്ക്, ആ ഒരു അക്കൗണ്ടിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള, ഇതിന് സഹായകരമായിട്ട് തോന്നുന്ന, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളെ സഹായിക്കുക. അല്ലാതെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് അങ്ങനെ അതൊന്നും ഇപ്പം ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമുക്ക് കുറച്ച് ക്യാഷ് ആവശ്യമുണ്ട്. ഒരു നാടിനെ മൊത്തത്തിൽ നമ്മളെ എന്താ പറയുക ഉയർത്തി എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും അവനവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി. കീപ് ഹെൽപ്പിംഗ് വയനാട്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതുവരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കിട്ടിയ ഫണ്ടിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഓപ്ഷൻ പറഞ്ഞുതരാം. എൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോകും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വ്യൂ ഡീറ്റെയിൽസ് ഓഫ് ഫണ്ട്. ഇവിടെ ഈ ഒരു ഇൻകം എന്നുള്ളിടത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു എന്താ പറയുക ഒരു ഇൻ്റർഫേസിലേക്ക് പോകും. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 2024 ഓഗസ്റ്റ് 6, 9, 42 വരെയുള്ള ഒരു സ്റ്റാറ്റസ്. ഇതിൽ നിങ്ങൾക്ക് 2018 ഡീറ്റെയിൽസും കാണാൻ പറ്റും. അതേപോലെ ഈ പ്രാവശ്യത്തെ ഇത്രയും കാലത്തിനിടയിൽ ഇതിലേക്ക് വന്ന A to Z
എമൗണ്ടിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നതാണ്. അതേപോലെ ഞാൻ നേരത്തെ കാണിച്ച സ്ഥലത്ത് ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ ഇൻകത്തിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്തത്. ഇവിടെ ഡൊണേറ്റ് ആസ് എ ഇൻഡിവിജ്വൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഡൊണേറ്റ് ആസ് എ ഗ്രൂപ്പ്, ഇതിലൊക്കെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച എമൗണ്ട് ഡൊണേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ പറഞ്ഞ പോലെ കീപ്പ് ഹെൽപ്പിംഗ് വയനാട്.